പ്രേക്ഷകരുടെ വലിയ മാരത്തൺ നടക്കുന്നുണ്ട്. എവിടെയാ? അങ്ങ് ഇടുക്കിയില് നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന പാത യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ കിഫ്ബി മുഖേന 235 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി ഒരുങ്ങിയിരിക്കുന്നത്. ബോളിവുഡ് താരം മിലിന്ദ് സോമൻ നയിക്കുന്ന ഹിൽ ഹൈവേ റൺ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. കുട്ടിക്കാനം മരിയൻ കോളേജ് ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ ഹൈവേ റൺ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആൽവിൻ തോമസ് നമുക്കിപ്പോൾ ഉണ്ട്. ആൽവിൻ, ഗുഡ് മോർണിംഗ്. എത്രയോ നാളത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊക്കെ ശേഷം ആ ഒരു പാത യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിനൊപ്പം തന്നെ മിലിന്ദിന്റെ സാന്നിധ്യമാണ്. മിലിന്ദ് സോമന്റെ, ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനും ഒക്കെ ആയിട്ടുള്ള മിലിന്ദ് സോമന്റെ ഈ സാന്നിധ്യവും എല്ലാവർക്കും ആവേശം നൽകുക. ആ കാഴ്ചകൾ നമ്മൾ തത്സമയം കാണുന്നുണ്ട്. 10,000-ഓളം പേര് പങ്കെടുക്കുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. അത്രയും ഉണ്ടോ? ഈ പ്രാതിനിധ്യമൊക്കെ അത്രയും ഉണ്ടോ? ഈ നിലവിലെ വിവരങ്ങളൊക്കെ എന്താണ് ആൽവിൻ? വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ? ശരി, വലിയ ആവേശം ഈ അല്ലെങ്കിൽ ഓട്ടത്തിനായി എത്തിയവർക്കുണ്ട്. ഇതൊരു വലിയ കൂട്ടുയോട്ടമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നവീകരിച്ച പീരുമേട് ദേവികുളം മലയോര ഹൈവേയുടെ ഭാഗമാണ് ഈ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയാണ് ഇപ്പോൾ ബോളിവുഡ് താരം മിലിന്ദ് സോമൻ ഓടുന്നത്. മിലിന്ദ് സോമനൊപ്പം ഓടുന്നതിനായി നിരവധി റണ്ണേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇതിലുണ്ട്. അതിൽ സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, പുരുഷന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെയും രാവിലെ 7 മണിക്ക് കുട്ടിക്കാനം മരിയൻ കോളേജിൽ എത്തി. അതിന് ഗ്രൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ കൂട്ട ഓട്ടം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് ചപ്പാത്തിലേക്കാണ് ഈ ഓട്ടം നടക്കുന്നത്. 22 കിലോമീറ്ററാണ് മിലിന്ദ് സോമൻ ഉൾപ്പെടെയുള്ള ഓട്ടക്കാർ ഓടുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഹിൽവേ റൺ എന്ന പേരിലാണ് ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ മനോഹരമായ ഒരു പാതയാണ് ഈ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ. അതിൽ നിന്ന് ശേഷം കട്ടപ്പനയിൽ നിന്ന് തുടർന്നുള്ള പാതകളുടെ നിർമ്മാണം നടക്കുകയുമാണ്. കിഫ്ബി വഴിയുള്ള പ്രചാരണ ഫണ്ട് വഴിയാണ് ഇത്തരത്തിൽ ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ റോഡിന്റെ ഓപ്പണിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രചാരണാർത്ഥമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. മിലിന്ദ് സോമൻ ആണ് ഇപ്പോൾ ബോളിവുഡ് താരവും മോഡലും ഒക്കെയായ, അതോടൊപ്പം തന്നെ കായിക താരവും കൂടിയൊക്കെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നത്. അദ്ദേഹത്തിനൊപ്പം നിരവധി സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഓടുന്നുണ്ട്. ഇത് നേരെ കട്ടപ്പനയിലേക്ക് ആദ്യം ചപ്പാത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ചപ്പാത്തിൽ നിന്ന് മിലിന്ദ് സോമൻ പിന്നീട് തുറന്ന വാഹനത്തിൽ കട്ടപ്പനയിലേക്ക് പോകും. കട്ടപ്പനയിൽ എത്തിയ ശേഷം അവിടെ ഉദ്ഘാടന പരിപാടികൾ ഉണ്ടാകും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ധനമന്ത്രി കെ ബാലഗോപാലും ഈ ഓൺലൈൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും കൂട്ടയോട്ടം പുരോഗമിക്കുകയാണ്. നിരവധി പങ്കാളിത്തമുണ്ട്. ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യ ആകർഷണം ഈ ബോളിവുഡ് താരം മിലിന്ദ് സോമൻ തന്നെയാണ്. ഓക്കെ, ശരി. ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവിടെ കൂട്ടയോട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നടക്കട്ടെ. ഒരു വലിയ സ്വപ്നമൊക്കെ, കുറേ നാളത്തെ ആഗ്രഹവും ആവശ്യമൊക്കെ ആയിരുന്നു. അതിനൊടുവിലാണ് കുട്ടിക്കാനം കട്ടപ്പന പാത യാഥാർത്ഥ്യമായിരിക്കും. അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടയോട്ടവും അവിടെ നടക്കുന്നത്. അപ്പം വിവരങ്ങൾ നൽകുകയായിരുന്നു അവിടെ ആൽവിൻ തോമസ്.